നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം 2025 ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ ഫസ്റ്റ് ഫേസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണിത്. നാളെ സെക്കൻഡ് ഫേസ് എഴുതാൻ പോകുന്നവര് നോക്കിയിട്ട് പോകേണ്ടതായിട്ടുള്ള കുറച്ച് പോയിന്റ്സ് അത് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് നമ്മൾ ഒരു ഊഹം വെച്ച് പറയാം. നിങ്ങൾ ഇതൊക്കെ നോക്കിയിട്ട് പോവുക. അപ്പൊ ആദ്യത്തെ ലെവലില് ശീതയുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ചാനലിനകത്ത് കയറിയിട്ട് ഇപ്പൊ അടുത്തിട്ടിട്ടുള്ള വീഡിയോസിൽ ഫസ്റ്റ് വീഡിയോ നോക്കുക. റിലേറ്റഡ് ഫാക്ട്സ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോയ്ക്കകത്ത് നമ്മൾ ശീതയുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് വേൾഡ് ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചൊരു ചോദ്യമാണ്. പിന്നീട് വേൾഡ് ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ച അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് റഷ്യൻ വിപ്ലവമാണ്. അപ്പൊ ആ റഷ്യൻ വിപ്ലവത്തെ പറ്റിയിട്ട് നോക്കണം. പിന്നെ ചോദിച്ച ഒരു ചോദ്യം എന്ന് പറയുന്നത് യുണൈറ്റഡ് നേഷനെ പറ്റിയിട്ടാണ്. താഴെ പറയുന്നതിൽ ഏതാണ് ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യം എന്നുള്ളതായിരുന്നു ചോദ്യം. നമുക്കിപ്പോ ആ ചോദ്യം ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. ഐക്യരാഷ്ട്രസഭയെ പറ്റിയിട്ട് ബാക്കി അന്താരാഷ്ട്ര സംഘടനകളെ പറ്റിയിട്ടൊന്ന് നോക്കാം. ഇത് പൊളിറ്റിക്കൽ സയൻസ് +2 പൊളിറ്റിക്കൽ സയൻസിനകത്തു നിന്ന് വന്ന ചോദ്യമാണ്. ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 8. എന്താണ് ലക്ഷ്യം? അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും നിലനിർത്തുക, രാഷ്ട്രങ്ങൾക്കിടയിൽ സൗഹൃദ ബന്ധം വളർത്തിയെടുക്കുക, അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ അന്താരാഷ്ട്ര സഹകരണം ഉറപ്പുവരുത്തുക, മനുഷ്യാവകാശങ്ങളോടും മൗലിക സ്വാതന്ത്ര്യങ്ങളും പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാം ശരിയാണ് എന്നുള്ളതാണ് ആൻസർ വരുന്നത്. ഇനി ശ്രദ്ധിക്കുക, ഐക്യരാഷ്ട്രസഭയെ പറ്റിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം? ഐക്യരാഷ്ട്രസഭയെ പറ്റിയിട്ട് ഈ ചാപ്റ്ററിനകത്താണ് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നത് കേട്ടോ. അന്തർദേശീയ സംഘടനകൾ എന്ന് പറയുന്ന പാഠത്തിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് ഐക്യരാഷ്ട്രസഭ എന്ന് പറയുന്നത് ഇവിടെ താഴോട്ട് വരുന്ന സമയത്ത് കണ്ടോ, ഐക്യരാഷ്ട്രസഭയുടെ ആവിർഭാവം എവല്യൂഷൻ ഓഫ് UN എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നോക്കിക്കേ, ഐക്യരാഷ്ട്രസഭ സ്ഥാപിക്കുന്നത് എങ്ങനെയാണ്? ഐക്യരാഷ്ട്ര സംഘടന 1941 ഓഗസ്റ്റില് അമേരിക്കൻ പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ എസ് ചർച്ചിൽ എന്നിവർ ചേർന്ന് അറ്റ്ലാന്റിക് ചാർട്ടർ ഒപ്പുവെച്ചു. വർഷം 1941 ഓഗസ്റ്റില്. എന്താണ് അറ്റ്ലാന്റിക് ചാർട്ടർ ഒപ്പുവെച്ച ആരൊക്കെയാണ്? റൂസ്വെൽറ്റ്, ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് അമേരിക്കൻ പ്രസിഡന്റും ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ വിൻസ്റ്റൺ എസ് ചർച്ചിലും ചേർന്നിട്ടാണ് അറ്റ്ലാന്റിക് ചാർട്ടർ 1941 ഒപ്പുവെക്കുന്നത്. 1942 ജനുവരി ആയപ്പോഴേക്കും അച്ചുതണ്ട് ശക്തികൾക്കെതിരെ പോരാടിക്കൊണ്ടിരുന്ന 26 സഖ്യരാഷ്ട്രങ്ങൾ അറ്റ്ലാന്റിക് ചാർട്ടറിനെ പിന്തുണയ്ക്കാനും ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രഖ്യാപനത്തിൽ ഒപ്പുവെക്കാനും വാഷിംഗ്ടണിൽ ഒത്തുചേർന്നു. സെക്കൻഡ് വേൾഡ് വാറിന്റെ കാര്യത്തിലാണ് വന്നതെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പൊ 1942 അച്ചുതണ്ട് ശക്തികൾക്കെതിരെ പോരാടിക്കൊണ്ടിരുന്ന 26 സഖ്യരാജ്യങ്ങൾ ഈ അറ്റ്ലാന്റിക് ചാർട്ടറിനെ പിന്തുണയ്ക്കുകയും ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രഖ്യാപനത്തിൽ ഒപ്പുവെക്കാനുമായിട്ട് വാഷിംഗ്ടണിൽ ഒത്തുചേരുന്നു. 1943 ഡിസംബറിൽ ത്രിശക്തി ടെഹ്റാൻ പ്രഖ്യാപനം. ആരാ ത്രിശക്തി? അമേരിക്ക, ബ്രിട്ടൻ, റഷ്യ. അങ്ങനെയാണ് 1943 ഡിസംബറിൽ ത്രിശക്തി ടെഹ്റാൻ പ്രഖ്യാപനം നടക്കുന്നു. 1945 ഫെബ്രുവരിയിൽ 3 പ്രമുഖരുടെ, അതായത് റൂസ്വെൽറ്റ്, ചർച്ചില്, സ്റ്റാലിൻ യാൾട്ട സമ്മേളനം. എവിടെയാണ്? യാൾട്ട സമ്മേളനം. നിർദ്ദിഷ്ട ലോക സംഘടനകളെ കുറിച്ച് അന്താരാഷ്ട്ര സമ്മേളനം വിളിക്കാനായിട്ട് തീരുമാനിക്കുന്നു 1945 ഫെബ്രുവരിയിൽ. ഏപ്രിൽ മെയ് ആയപ്പം അന്തർദേശീയ സംഘടനയെ കുറിച്ച് സാൻ ഫ്രാൻസിസ്കോയിൽ 2 മാസം നീണ്ട ഐക്യരാഷ്ട്ര സമ്മേളനം നടക്കുകയും 1945 ജൂൺ 26 UN ചാർട്ടറിൽ 50 രാജ്യങ്ങൾ ഒപ്പുവെക്കുകയും ചെയ്യുന്നു. ഒക്ടോബർ 15 1945 ഒക്ടോബർ 15 പോളണ്ട് ഒപ്പുവെച്ചു. അതോടെ ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് 51 സ്ഥാപക അംഗങ്ങളാവുന്നു. 1945 ഒക്ടോബർ 24 ഐക്യരാഷ്ട്ര സംഘടന ഉണ്ടാവുന്നു എന്നാണ്. 1945 ഒക്ടോബർ 24 അല്ലേ? ഒക്ടോബർ 24 ഐക്യരാഷ്ട്ര ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. 1945 ഒക്ടോബർ 30 ഇന്ത്യ ഐക്യരാഷ്ട്ര സംഘടനയിൽ അംഗമാവുകയും ചെയ്തു. അപ്പം കുറച്ച് ദിവസം, ഒരു 6 ദിവസത്തിന് ശേഷമാണ് ഇന്ത്യ ഐക്യരാഷ്ട്ര സംഘടനയിൽ അംഗമാകുന്നത്. രൂപീകൃതമായത് ഒക്ടോബർ 24 1945 ആണല്ലോ. അപ്പൊ നോക്കിക്കേ, സർവ്വരാജ്യ സഖ്യത്തിന്റെ പിൻഗാമിയായിട്ടാണ് ആര് വരുന്നത്? ഐക്യരാഷ്ട്ര സംഘടന സ്ഥാപിക്കപ്പെട്ടത്. 2ാം ലോക മഹായുദ്ധം കഴിഞ്ഞ ഉടനെ 1945 അത് രൂപീകരിക്കപ്പെട്ടത്. 51 രാജ്യങ്ങൾ ഐക്യരാഷ്ട്ര സംഘടന ചാർട്ടറിൽ ഒപ്പുവെച്ചതിലൂടെ 51 കേട്ടോ. 2 ലോക യുദ്ധങ്ങൾക്കിടയിൽ സർവ്വരാജ്യ സഖ്യത്തിന് ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങൾ നേടാൻ അത് ശ്രമിച്ചു. കൃത്യമായി നോക്കിക്കേ, നമ്മുടെ ക്വസ്റ്റ്യൻ ആണിത്. രാജ്യങ്ങൾക്കിടയിൽ സഹകരണം പ്രോത്സാഹിപ്പിക്കുകയും അന്താരാഷ്ട്ര സംഘർഷങ്ങൾ തടയലുമായിരുന്നു ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. രാജ്യങ്ങൾക്കിടയിലെ സംഘർഷങ്ങൾ യുദ്ധങ്ങളായി മാറുന്നത് തടയുന്നതിന് ഇടപെടുക,
അല്ലെങ്കിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ അതിന്റെ വ്യാപ്തി കുറയ്ക്കുക എന്നീ പ്രതീക്ഷകളിലാണ് അത് സ്ഥാപിതമായത്. കൂടാതെ മിക്കപ്പോഴും സാമൂഹികവും സാമ്പത്തികവുമായ പുരോഗതിയുടെ അഭാവത്തിലാണ് യുദ്ധങ്ങൾ ഉണ്ടാവുന്നത് എന്നതുകൊണ്ട് ഐക്യരാഷ്ട്ര സംഘടന ലോകത്തെ എല്ലായിടത്തും സാമൂഹികവും സാമ്പത്തികവുമായ പുരോഗതി മെച്ചപ്പെടുത്താൻ രാജ്യങ്ങളെ ഒന്നിപ്പിക്കാനും ലക്ഷ്യമിട്ടു. 2011 UN എത്രയുണ്ട്? 193 അംഗരാജ്യങ്ങളായി. ഇതിൽ ലോകത്തിലെ ഏതാണ്ട് എല്ലാ സ്വതന്ത്ര രാജ്യങ്ങളും ഉൾപ്പെടും. ഐക്യരാഷ്ട്ര പൊതുസഭയിൽ ഓരോ അംഗത്തിനും ഓരോ വോട്ട് വീതമേ ഉള്ളൂ. എന്താ? പൊതുസഭയിൽ ഓരോ അംഗത്തിനും ഓരോ വോട്ട്, ഓരോ രാജ്യത്തിനും. ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതിയിൽ 5 സ്ഥിരാംഗങ്ങളുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതിയിൽ അമേരിക്ക, റഷ്യ, UK, ഫ്രാൻസ്, ചൈന എന്നിവയാണ് ഈ രാജ്യങ്ങൾ. ഈ രാജ്യങ്ങളെ സ്ഥിരാംഗങ്ങളായി തെരഞ്ഞെടുക്കുന്നതിന് കാരണം രണ്ടാം ലോക യുദ്ധം അവസാനിച്ചപ്പോൾ ഉടൻ ഇവരായിരുന്നു ലോകത്തിലെ ശക്തരായ രാഷ്ട്രങ്ങൾ. അവരായിരുന്നു യുദ്ധത്തിൽ വിജയിച്ചവരും. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഏറ്റവും ദൃശ്യമായ പൊതു വ്യക്തിത്വം ആരാണ്? സെക്രട്ടറി ജനറൽ ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്കിൽ നിന്നും പറയുന്നത്. നോക്കിക്കേ, UN വിവിധങ്ങളായ ഘടകങ്ങളും മറ്റ് ഏജൻസികളും ഉണ്ട്. യുണൈറ്റഡ് നേഷന് യുദ്ധവും സമാധാനവും അംഗരാജ്യങ്ങൾ തമ്മിലുള്ള ഭിന്നതകളും പൊതുസഭയിലും ഒപ്പം സുരക്ഷാ സമിതിയിലും ചർച്ച ചെയ്യപ്പെടും. സാമൂഹ്യ സാമ്പത്തിക വിഷയങ്ങൾ കൈകാര്യം ചെയ്യൽ, ലോകാരോഗ്യ സംഘടന, യുണൈറ്റഡ് നേഷൻ ഡെവലപ്മെന്റ് പ്രോഗ്രാം UNDP, ഐക്യരാഷ്ട്ര സംഘടന മനുഷ്യാവകാശ കമ്മീഷൻ UNHRC, അഭയാർത്ഥികൾക്കായിട്ടുള്ള ഐക്യരാഷ്ട്ര ഹൈ കമ്മീഷൻ UNICR, യുണൈറ്റഡ് നേഷൻ ചിൽഡ്രൻസ് ഫണ്ട് UNICEF, യുണൈറ്റഡ് നേഷൻ എഡ്യൂക്കേഷണൽ സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ തുടങ്ങിയ ഏജൻസികൾ ഇതിന് താഴെയായിട്ടുണ്ട്. ഇനി നമ്മൾ ഓർക്കുക, ഐക്യരാഷ്ട്രസഭയുടെ പൊതുവായിട്ടുള്ള സഭകളെ പറ്റിയിട്ട് ചോദിക്കാറുണ്ട്. ഐക്യരാഷ്ട്രസഭയ്ക്ക് പ്രധാനമായിട്ടും 6 ഘടകങ്ങളാണുള്ളത്. 6 ഘടകങ്ങളുണ്ട്. ഒന്നെന്താണ്? പൊതുസഭ. ഇപ്പൊ നമ്മൾ പറഞ്ഞു അല്ലെ, പൊതുസഭയുടെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. ഒരു ജനറൽ അസംബ്ലി, അതാണ് പൊതുസഭ. 2 രക്ഷാസമിതി ഉണ്ട്. അതുപോലെ സാമ്പത്തിക സാമൂഹ്യ സമിതി എക്കണോമിക് സോഷ്യൽ കൗൺസിൽ ആണ് സാമ്പത്തിക സാമൂഹ്യ സമിതി. 4 ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ ഉണ്ട്. അതുപോലെ 5ാമത്തത് അന്താരാഷ്ട്ര നീതിന്യായ കോടതി, ഇന്റർനാഷണൽ കോർട്ട് അല്ലെ, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, അത് 5ാമത്തതും. 6ാമത്തത് എന്താണ്? സെക്രട്ടേറിയറ്റ് ആണ്. സെക്രട്ടേറിയറ്റ് എന്നതുള്ളത് 6ാമത്തതുമാണ്. ഓക്കെ, നിലവിൽ 5 ഘടകങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനി ഈ പൊതുസഭ എന്ന് പറയുമ്പം ഏറ്റവും പ്രധാനപ്പെട്ടത്, അതായത് UNAയുടെ ഏറ്റവും വലിയ ഘടകം എന്താ? പൊതുസഭയാണ്. ലോക പാർലമെന്റ് എന്ന വിശേഷണമുള്ള UN ഘടകമാണ് പൊതുസഭ. UN കാര്യവിചാര സഭ, ലോകത്തിന്റെ സമ്മേളന നഗരി എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് ഈ പൊതുസഭയാണ്. ഓക്കെ, ഈ പുതിയൊരു അംഗം വരികയാണെന്ന് വെച്ചോ UNൽ ചേരാനായിട്ട്. അപ്പൊ ഈ അംഗത്വം കൊടുക്കുന്നതും ആരാണ്? ഈ പൊതുസഭയാണ് അല്ലെ, പൊതുസഭയാണ്. അത് കൃത്യമായിട്ട് ഒന്ന് ഓർത്തു വെച്ചേക്കാം. ദെൻ രക്ഷാസമിതി എന്ന് പറയുമ്പോൾ രക്ഷാസമിതിയിലെ അംഗങ്ങൾ, രണ്ടാമത്തെ രക്ഷാസമിതിയിൽ ഏകദേശം 15 അംഗങ്ങൾ, 5 സ്ഥിരാംഗങ്ങളും 2 വർഷ കാലാവധിക്ക് തെരഞ്ഞെടുക്കുന്ന 10 താൽക്കാലിക അംഗങ്ങളും. 5 സ്ഥിരാംഗം നമ്മൾ പറഞ്ഞു, അതിന്റെ കൂട്ടത്തിലെ 10 പേരെ 2 വർഷത്തെ കാലാവധിക്ക് തെരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. സ്ഥിരമായിട്ടുള്ള അംഗങ്ങൾ നമ്മളിപ്പോ പറഞ്ഞതേ ഉള്ളൂ അല്ലയോ. ചൈന, ഫ്രാൻസ്, റഷ്യ, ബ്രിട്ടൻ, USA എന്ന് പറയും. ഓക്കെ ആണല്ലോ. അതുപോലെ ഐക്യരാഷ്ട്രസഭയുടെ ദൈനംദിന ഭരണം നടത്തുന്നത് ഈ സെക്രട്ടേറിയറ്റ് ആണ്. ഏറ്റവും താഴെയുള്ള സെക്രട്ടേറിയറ്റ് ആണ്. ഇതിന്റെ ഭരണതലവനാണ് നമ്മുടെ സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത്. 5 വർഷമാണ് ഇവരുടെ കാലാവധി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും പോയിന്റ്സ് ഓർക്കുക. ഇനി നമുക്ക് നോട്ടിലേക്ക് പോകാം. നോട്ട് ജസ്റ്റ് ഞാനൊന്ന് കാണിക്കാം. ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പൊതുസഭ, സുരക്ഷാ സമിതി, സാമ്പത്തിക സാമൂഹ്യ കൗൺസിൽ, അന്താരാഷ്ട്ര നീതിന്യായ കോടതി, ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ, സെക്രട്ടേറിയറ്റ്. ഇത്രയുമാണ് പ്രധാനപ്പെട്ട വിഭവങ്ങൾ എന്ന് പറയുന്നത്. വിഭാഗങ്ങൾ എന്ന് പറയുന്നത്. എല്ലാ UN അംഗരാജ്യങ്ങളും പൊതുസഭയിലെ അംഗങ്ങളാണ്. ലോക പാർലമെന്റ് എന്നാണ് പൊതുസഭ അറിയപ്പെടുന്നത്. സുരക്ഷാ സമിതി UNയുടെ ഏറ്റവും ശക്തമായ വിഭാഗം. 5 സ്ഥിരാംഗങ്ങൾ, 10 താൽക്കാലിക അംഗങ്ങളും അടങ്ങുന്നു. എത്രയാണ്? 2 വർഷത്തെ കാലാവധി താൽക്കാലികം. സ്ഥിര അംഗങ്ങൾക്ക് വീറ്റോ പവർ കൊടുക്കുന്നുണ്ട്. അതുപോലെ സാമ്പത്തിക സാമൂഹ്യ കൗൺസിൽ 54 രാജ്യങ്ങളുടെ അംഗത്വമുള്ള സാമ്പത്തിക സാമൂഹ്യ കൗൺസിൽ അന്താരാഷ്ട്ര സാമ്പത്തിക സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഹേഗ് ആണ് ആസ്ഥാനം. അത് ഓക്കെ, ഹേഗ് ആണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം. അന്താരാഷ്ട്ര നീതിന്യായ കോടതി രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കാൻ പ്രധാന പങ്ക് വഹിക്കുന്നു. ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണ സ്വയം ഭരണാധികാരം ഇല്ലാത്ത രാജ്യങ്ങളിലെ ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായിട്ട് ട്രസ്റ്റിഷിപ്പ് കൗൺസിലിന് ഉത്തരവാദിത്തം.
പൂർണ്ണ സ്വയംഭരണാധികാരം ഇല്ലാത്തവർക്ക്. അവസാനത്തെ UN സംരക്ഷിത പ്രദേശമായ പലാവു 1994 നവംബർ 1 സ്വതന്ത്രമായതോടെ താൽക്കാലികമായിട്ട് ഇത് നിർത്തിവെച്ചേക്കും. അപ്പൊ നിലവിൽ 5 എന്ന് പറഞ്ഞില്ലേ. ദെൻ സെക്രട്ടേറിയറ്റ് ആണ് ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനം എന്ന് പറയുന്ന ഈ സെക്രട്ടേറിയറ്റ് ആണ്. UN സെക്രട്ടറി ജനറലിന്റെ കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. മറ്റ് ഏജൻസികൾ നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു. ഈ പറഞ്ഞതെല്ലാം പ്രധാനപ്പെട്ട ഏജൻസികളാണ്. ദെൻ ശീതയുദ്ധത്തിന് ശേഷം ഇതിനുണ്ടായ യുണൈറ്റഡ് നേഷന് ഉണ്ടായ പരിഷ്കാരങ്ങൾ പ്രധാനമായിട്ടും 2 തരത്തിലാണ് പറയുന്നത്. സംഘടനയുടെ ഘടനയിലും പ്രക്രിയയിലുമുള്ള പരിഷ്കരണം കൊണ്ടുവന്നു. അതുപോലെ സംഘടനയുടെ അധികാര പരിധിയിൽ വരുന്ന പ്രശ്നങ്ങളുടെ അവലോകനത്തിനും മാറ്റം വന്നിട്ടുണ്ട്. സംഘടനയുടെ ഘടനയിലും പ്രക്രിയയിലും എന്ത് നവീകരണം കൊണ്ടുവന്നു? UN രക്ഷാസമിതിയിലെ സ്ഥിരാംഗങ്ങളുടെ താൽക്കാലിക അംഗങ്ങളുടെയും എണ്ണം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ശക്തമായി. വീറ്റോ അധികാരത്തിൽ മാറ്റം വേണമെന്ന ചർച്ചയും ഇപ്പോഴും സജീവമാണ്. ഐക്യരാഷ്ട്രസഭയ്ക്ക് സാമ്പത്തിക സംഭാവനകൾ നൽകുന്നതിൽ അംഗരാജ്യങ്ങൾ കൂടുതൽ ഉത്തരവാദിത്തത്തോടെ പ്രവർത്തിക്കണമെന്നും അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ആവശ്യപ്പെട്ടു. ഓക്കെ, അതുപോലെ സുരക്ഷാ കൗൺസിലിൽ മാറ്റം കൊണ്ടുവരണമെന്ന് പറയുന്നുണ്ട്. സുരക്ഷാ കൗൺസിലിലെ സ്ഥിരാംഗങ്ങളുടെയും താൽക്കാലികങ്ങളുടെയും എണ്ണം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ശക്തമാണ്. ഇപ്പൊ നിലവിൽ എന്താണെന്ന് നമ്മളിപ്പോ ഓൾറെഡി പറഞ്ഞു. 5 + 10 ആണ്. ഈ 10 എന്ന് പറയുന്നത് 2 വർഷത്തെ കാലാവധിയോട് കൂടിയിട്ടാണ് താൽക്കാലിക അംഗങ്ങളെ സെലക്ട് ചെയ്യുന്നത്. ഇത് ഇത്രയും ഓർത്ത് വെച്ചേക്കാം. ഇനിയും ഇത് നോക്കാനുള്ളത് ഇന്ത്യയും ഐക്യരാഷ്ട്രസഭയുടെ പരിഷ്കരണവുമാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇന്ത്യ ജോയിൻ ആയത് 1945 ഒക്ടോബർ 30 നമ്മൾ ഇന്ത്യക്ക് അംഗീകാരം, അതായത് നമ്മൾ പോയി അംഗത്വം എടുത്തത്. ലോകത്തിന്റെ സമഗ്രമായ വികസനം ഉറപ്പാക്കുന്ന പദ്ധതികൾ വികസിപ്പിക്കുന്നതിൽ സംഘടന കൂടുതൽ ശ്രദ്ധ ചെലുത്തണമെന്ന് ഇന്ത്യ ആഗ്രഹിക്കുന്നുണ്ട്. UN രക്ഷാസമിതിയിൽ സ്ഥിരാംഗത്വം നേടാനും ഇന്ത്യ ശ്രമിച്ചുകൊണ്ട് ഇരിക്കുന്നു. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും പോയിന്റ്സ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കി വെച്ചേക്കാം. അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇനി നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് ഈ പറയുന്ന ലോക ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട 1-2 കാര്യങ്ങൾ. രണ്ടാം ലോക മഹായുദ്ധത്തിനിടയിൽ 1944 ലോക ബാങ്ക് രൂപീകരിക്കപ്പെട്ടത്. വികസ്വര രാജ്യങ്ങളെ കേന്ദ്രീകരിച്ചിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. മനുഷ്യ വികസനം, അതായത് വിദ്യാഭ്യാസം, ആരോഗ്യം, കൃഷിയും ഗ്രാമീണ വികസനവും, പരിസ്ഥിതി സംരക്ഷണം, അടിസ്ഥാന സൗകര്യങ്ങള്, അതുപോലെ ബാക്കി അഴിമതി ചെറുക്കുക, നിയമസ്ഥാപനങ്ങളുടെ വികസനം എന്നിവയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതാണ് വേൾഡ് ബാങ്ക്. ഇത് അംഗരാജ്യങ്ങൾക്ക് വായ്പകളും സഹായധനങ്ങളും നൽകുന്നു. ഇപ്രകാരം ഇത് വികസ്വര രാജ്യങ്ങളുടെ സാമ്പത്തിക നയങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തുന്നു. അപ്പൊ പൈസ കടം കൊടുക്കുന്നതാണ് ലോക ബാങ്ക് എന്ന് പറയുന്നത്. അതുപോലെ IMF-നെ പറ്റിയിട്ടൊന്ന് നോക്കിയിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ മറ്റ് സംഘടനകളെ പറ്റിയിട്ട്, മറ്റ് സംഘടനകൾ എന്ന് പറയുമ്പോൾ നമ്മളോട് പഠിക്കാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് മറ്റ് സംഘടനകൾ ഏതൊക്കെയാണെന്ന്. നമുക്കറിയാം, ഇപ്പം ഓൾറെഡി നമ്മൾ പറഞ്ഞു ഈ WHO, അതുപോലെ ബാക്കി യുണിസെഫ് പോലെയുള്ളത്. ഈ യുണിസെഫ് ഒക്കെ രൂപീകൃതമായ വർഷം ചോദിക്കാം. യുണിസെഫ് 1946 ഡിസംബർ 11 യുണിസെഫ് ശിശുക്ഷേമ സമിതി രൂപീകരിച്ചത്. ആസ്ഥാനം ന്യൂയോർക്കാണ്. ഈ ആസ്ഥാനമാണ് എപ്പോഴും ചോദിക്കാറുള്ളത്. യുണിസെഫിന്റെ ആസ്ഥാനം ന്യൂയോർക്ക്. ഡിസംബർ 11 1946 ഇത് രൂപീകൃതമായത്. വേൾഡ് ബാങ്ക് നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു. വേൾഡ് ബാങ്ക് വർഷം എന്നാണ് 1945 ഡിസംബർ 27. എവിടെയാണ് ആസ്ഥാനം? വാഷിംഗ്ടൺ DC ആണ് ആസ്ഥാനം എന്ന് പറയുന്നത്. അതുപോലെ IMF, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ IMF-നെ പറ്റി പറയുമ്പോൾ ഇന്ത്യൻ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടാണ്. ഇന്ത്യൻ അല്ല, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടാണ്. സ്ഥാപിതമായത് ഈ 1945 ഡിസംബർ 27. ലോക ബാങ്കും ഇതും ഒരേ ദിവസമാണ്. ഇരട്ടകൾ എന്നൊക്കെ വിളിക്കാറുണ്ട്. അപ്പൊ ഇത് പ്രവർത്തനം ആരംഭിച്ചത് മാർച്ച് 1. രൂപീകൃതമായത് 1945 ഡിസംബർ 27. 2 വർഷം കഴിഞ്ഞിട്ടാണ് ഇത് പ്രവർത്തനം ആരംഭിച്ചത്. 47 മാർച്ച് 1 പ്രവർത്തനം ആരംഭിച്ചു. വാഷിംഗ്ടൺ DC തന്നെയാണ് IMF-ന്റെയും ആസ്ഥാനം എന്ന് പറയുന്നത്. പിന്നെ ചോദിക്കാൻ സാധ്യതയുള്ളത് നമ്മുടെ ഐക്യരാഷ്ട്ര മനുഷ്യാവകാശ കമ്മീഷൻ. നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ, യുണൈറ്റഡ് നേഷൻ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ രൂപീകൃതമായത് 1996. ഏതാണ്? ഇന്റർനാഷണൽ എന്നാണ് പറയുന്നത്. യുണൈറ്റഡ് UNHRC, യുണൈറ്റഡ് നേഷൻ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ 1946 രൂപീകൃതമായിരിക്കുന്നത്. ഇതിന്റെ കൃത്യമായിട്ട് UN പൊതുസഭ മനുഷ്യാവകാശ പ്രഖ്യാപനം അംഗീകരിച്ച ഡേറ്റ് എപ്പോഴും ചോദിക്കാറുണ്ട്. ഡിസംബർ 10. അതിനെ ഒരു പേര് വിളിക്കും, പാരീസ് സമ്മേളനം. ഈ പാരീസ് സമ്മേളനത്തിനാണ് നമ്മുടെ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ എന്തിനെ അംഗീകരിക്കുന്നത്? മനുഷ്യാവകാശ പ്രഖ്യാപനം അംഗീകരിച്ചത്. അതുകൊണ്ട് തന്നെ ഡിസംബർ 10 എന്തായിട്ട് ആഘോഷിക്കുന്നു? ലോക മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കാറുണ്ട്. 1950 മുതൽ. 48 അംഗീകരിച്ചെങ്കിലും 50 മുതലാണ് ഈ ഒരു ഡേറ്റ് നമ്മൾ ആഘോഷിക്കാനായിട്ട് പോയത്. പിന്നെ WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ 1948 ഏപ്രിൽ 7
ഇത് രൂപീകൃതമാകുന്നത്. ജനങ്ങളുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുക, രോഗനിവാരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക എന്നൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. ലോക ആരോഗ്യ ദിനമായിട്ട് ആചരിക്കുന്നത് ഏപ്രിൽ 2 7 രൂപീകൃതമായിരിക്കുന്നതെങ്കിൽ ഏപ്രിൽ 2 ലോകാരോഗ്യ ദിനമായിട്ട് ആചരിക്കുന്നത്. ജനീവയാണ് ആസ്ഥാനം. ഓക്കെ, ജനീവയാണ് ആസ്ഥാനം. അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളൊന്ന് നോക്കി വെച്ചേക്കാം. മുന്നോട്ട് കുറെ ഉണ്ട് കേട്ടോ, അതെല്ലാം ഒന്ന് വായിച്ചു നോക്കിയിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പം നിങ്ങൾ നോക്കുന്ന സമയത്ത് സമയമില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ 2ാം ലോക മഹായുദ്ധം, ശീതയുദ്ധം ചോദിച്ച സ്ഥിതിക്ക് ഇനി 2ാം ലോക മഹായുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് അതുകൂടെ വായിക്കാം. ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ കേരള ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് 1-2 കാര്യങ്ങളൂടെ വേഗത്തിൽ ഒന്ന് പറയാം. അതിനകത്ത് വൈക്കം സത്യാഗ്രഹം ഓൾറെഡി ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, ക്ഷേത്രപ്രവേശന വിളംബരം പോലെയുള്ള കാര്യങ്ങളും ഒക്കെ വേഗത്തിൽ ഒന്ന് നോക്കാം. വൈക്കം സത്യാഗ്രഹത്തെ പറ്റിയിട്ട് എല്ലാവർക്കും എല്ലാം അറിയാം അല്ലയോ? 1924-25 അയിത്തോച്ചാടന പ്രസ്ഥാനത്തിലെ ആദ്യത്തെ ഐതിഹാസിക സമരം. വൈക്കം ക്ഷേത്രത്തിനകത്തുള്ള നിരത്തുകളിൽ അവർണ ഹിന്ദുക്കൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കണമെന്ന് പറഞ്ഞിട്ട് ആരൊക്കെയാ? ടി കെ മാധവന് പുറമെ ടി കെ മാധവൻ, കെ പി കേശവമേനോൻ, മന്നത്ത് പത്മനാഭൻ, ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള, സി വി കുഞ്ഞിരാമൻ, കെ കേളപ്പൻ തുടങ്ങിയ സമുന്നതരായ മറ്റു നേതാക്കന്മാരും വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകി. അല്ലയോ? അപ്പൊ സവർണ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനാണ്. ഇദ്ദേഹം എന്തുമായിട്ട് ബന്ധപ്പെട്ട്? വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട്. ആ സമയത്ത് ആരായിരുന്നു അവിടുത്തെ റാണി തിരുവിതാംകൂർ സേതു ലക്ഷ്മി ഭായിയെയാണ് സന്ദർശിച്ചത്. അങ്ങനെ കാലക്രമേണ ക്ഷേത്രപ്രവേശനത്തിന് അനുകൂലമായ പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തുന്നതിൽ വൈക്കം സത്യാഗ്രഹവും സവർണ ജാഥയും പ്രയോജനകരമായി മാറി. 1925 ഗാന്ധിജി 2ാമത് വന്നു അല്ലെ? കേരളത്തിൽ 2ാമത് വരികയും റാണിയോട് സംസാരിക്കുകയും അങ്ങനെ വൈക്കം നിരത്തിലെ കിഴക്കേ നട ഒഴികെ ബാക്കി എല്ലാ നടകളിലൂടെയും സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിച്ചു അല്ലെ? കിഴക്കേ നട ഒഴികെ. അപ്പൊ നോക്കിക്കേ, ഇവിടെ കൃത്യമായിട്ട് നോക്കിക്കേ. വൈക്കം സത്യാഗ്രഹത്തിന്റെ വിജയകരമായ പര്യവസാനത്തെ തുടർന്ന് അമ്പലപ്പുഴ, തിരുവാർപ്പ് കോട്ടയം, ശുചീന്ദ്രം കന്യാകുമാരി മുതലായ കേന്ദ്രങ്ങളിലെ ക്ഷേത്ര നിരത്തുകളിലും അവർണർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിച്ചു കിട്ടാൻ സമരങ്ങൾ സംഘടിപ്പിച്ചു. 1928 തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്ര നിരത്തുകളും ജാതി പരിഗണന കൂടാതെ സമസ്ത ഹിന്ദുക്കൾക്കുമായിട്ട് തുറന്നു കൊടുക്കുകയും ചെയ്തു. ഇനി ഗുരുവായൂർ സത്യാഗ്രഹത്തിലേക്ക് വരാം. ഐക്യത്തിനെതിരെ നടന്ന മറ്റൊരെണ്ണമായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹം. 1931-32 ഇത് നടക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്രം എല്ലാ ഹിന്ദുക്കൾക്കും തുറന്നു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട് കേരള പ്രദേശ് കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ 1931 നവംബർ 1 സത്യാഗ്രഹം ആരംഭിച്ചു. സത്യാഗ്രഹത്തിന്റെ നേതാവ് കെ കേളപ്പനാണ്. സന്നദ്ധ സംഘത്തിന്റെ ക്യാപ്റ്റൻ എ കെ ഗോപാലൻ. സത്യാഗ്രഹം ഭാരതത്തിന്റെ മുഴുവൻ ശ്രദ്ധ ആകർഷിച്ചു. ഇന്ത്യയുടെ നാനാഭാഗത്തു നിന്നും രാഷ്ട്രീയ പ്രവർത്തകർ സത്യാഗ്രഹികളെ സഹായിക്കാൻ ഗുരുവായൂരെത്തി. ക്ഷേത്രത്തിന്റെ ട്രസ്റ്റി ആയിരുന്ന സാമൂതിരി ക്ഷേത്രപ്രവേശനത്തിനെതിരായി വിട്ടുവീഴ്ചയില്ലാത്ത ഒരു നിലപാട് സ്വീകരിച്ചു. ഇതിന്റെ എതിരാളികൾ ഡിസംബർ 26 എ കെ ഗോപാലിന്റെ മേൽ നടത്തിയ കയ്യേറ്റം ജനങ്ങളെ വികാരക്ഷുബ്ധരാക്കുകയും അതുപോലെ ക്ഷേത്രത്തിൽ കടക്കാൻ ഉൾപ്പെടുകയും ചെയ്തു. 1 മാസത്തോളം പൂജയൊക്കെ നിർത്തി ക്ഷേത്രം അടച്ചിട്ടു. സത്യാഗ്രഹം 10 മാസം ചെന്നപ്പം കെ കേളപ്പൻ 1932 സെപ്റ്റംബർ 22 ക്ഷേത്രത്തിന് മുൻപിൽ അനിശ്ചിതകാലത്തേക്ക് നിരാഹാര വ്രതം തുടങ്ങുകയും ഒക്ടോബർ മാസം 2 ഗാന്ധിജിയുടെ ഉപദേശപ്രകാരം ഉപവാസം അവസാനിപ്പിക്കുകയും ക്ഷേത്രപ്രവേശനത്തെ കുറിച്ച് പൊതുജനങ്ങളുടെ അഭിപ്രായം ആരായാനായിട്ട് പൊന്നാനി താലൂക്കിലെ ഹിന്ദുക്കൾക്കിടയിൽ കോൺഗ്രസ് ഒരു ജനഹിത പരിശോധനയും നടത്തി. ഹരിജനങ്ങൾക്ക് ക്ഷേത്രപ്രവേശനം അനുവദിക്കുന്നതിന് ജനങ്ങൾ 70% അനുകൂലിച്ചു. ഇങ്ങനെ അടിയന്തരമായ ലക്ഷ്യം നേടുന്നതിൽ ഗുരുവായൂർ സത്യാഗ്രഹം പരാജയപ്പെട്ടുവെങ്കിലും അയിത്തോച്ചാടനത്തിന് അനുകൂലമായ കാലാവസ്ഥ സൃഷ്ടിക്കാൻ മാത്രം ഇത് സഹായകമായി. ശേഷം ഇതിന്റെ ബാക്കിയായിട്ട് ക്ഷേത്രപ്രവേശന വിളംബരം വരുന്നു. ആരാണ് മഹാരാജാവ്? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ 1936 നവംബർ 12 ക്ഷേത്രപ്രവേശന വിളംബരം പ്രഖ്യാപിച്ചു. തിരുവിതാംകൂറിലെ അവർണ സമുദായക്കാർക്ക് ക്ഷേത്രപ്രവേശനം അനുവദിച്ചു കിട്ടാൻ വേണ്ടി ഏറെക്കാലമായി നടന്നുകൊണ്ടിരുന്ന സമരത്തിന്റെ പരിപൂർണ വിജയമായിരുന്നു പ്രസ്തുത വിളംബരം. ആധുനിക കാലത്തിന്റെ അത്ഭുതമെന്നും ജനങ്ങളുടെ ആധ്യാത്മ വിമോചനത്തിന്റെ അധികാര രേഖയായ സ്മൃതി എന്നും ഗാന്ധിജി ഇതിനെ വിശേഷിപ്പിച്ചു. പ്രീവിയസ് ക്വസ്റ്റ്യൻ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു PYQ ചോദ്യമാണിത്. അപ്പൊ വിളംബരത്തിന്റെ പൂർണ്ണരൂപം കൃത്യമായിട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. അതൊന്നും ഞാൻ വായിക്കുന്നില്ല, കൃത്യമായിട്ട് നിങ്ങളൊന്ന് നോക്കിയാൽ മതി. അത്രേ ഉള്ളൂ, ഒരുപാട് കാര്യങ്ങളൊന്നും ഇല്ല. ഇനി സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരാളാണ് അയ്യങ്കാളി. അയ്യങ്കാളിയെ പറ്റിയിട്ട് കേരള ഹിസ്റ്ററിക്കകത്ത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ പറയാം. ആധുനിക കാലത്തെ പ്രധാനപ്പെട്ട ഒരു സാമൂഹ്യ പരിഷ്കർത്താവാണ്.
അതുപോലെ നൂറ്റാണ്ടുകളായി ആവശ്യത അനുഭവിച്ചുകൊണ്ടിരുന്ന പുലയ സമുദായത്തിൽ പിറന്ന അയ്യങ്കാളി പുലയരും മറ്റ് അധസ്ഥിത വർഗ്ഗക്കാരും സ്വന്തം സാമൂഹിക ഉന്മന്നത്തിന് വേണ്ടിയിട്ട് നടത്തിയ സമരത്തിന് നേതൃത്വം നൽകി. ഹരിജനങ്ങൾക്കിടയിൽ സംഘടനാ പ്രവർത്തനം നടത്താനും അവർ അന്നോളം നിഷേധിക്കപ്പെട്ടിരുന്ന അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യാനും SNDP പോലെയുള്ള സംഘടനകൾക്കും ശ്രീനാരായണ ഗുരുവിനെ പോലെയുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കളുടെയും പ്രവർത്തനങ്ങൾ അയ്യങ്കാളിക്ക് പ്രചോദനം നൽകി. അദ്ദേഹത്തിന്റെ പ്രയത്നങ്ങളുടെ ഫലമായിട്ട് തിരുവിതാംകൂറിൽ പൊതുനിരത്തുകളിലൂടെ സ്വന്തമായി നടക്കാനുള്ള അവകാശം അവർക്ക് നേടിക്കൊടുത്തു. 1907 അദ്ദേഹം SNDP യോഗത്തിന്റെ മാതൃകയിൽ സാധുജന പരിപാലന യോഗം ആരംഭിച്ചു. അതുപോലെ മുന്നോട്ട് അത് നന്നായിട്ട് വരികയും ചെയ്തു. ഓക്കെ ആണല്ലോ, അതിനെ പറ്റിയിട്ട് കൂടുതലായിട്ടില്ല. 1936 ക്ഷേത്രപ്രവേശന വിളംബരം ഈ ധീരയോദ്ധാവിനെ വികാര വിവശനാക്കി. ചരിത്ര പ്രഖ്യാപനമായ ഈ വിളംബരം പ്രസിദ്ധപ്പെടുത്തിയതിന് തൊട്ടടുത്ത് തിരുവിതാംകൂർ സന്ദർശിച്ച മഹാത്മാഗാന്ധിയെ സ്വാഗതം ചെയ്യാൻ അയ്യങ്കാളിയുടെ ജന്മദേശമായ വെങ്ങാനൂർ വെച്ച് കൂടിയ സമ്മേളനത്തിൽ അദ്ദേഹത്തിന്റെ സേവനങ്ങൾ പ്രത്യേകം പ്രകീർത്തിക്കപ്പെടുകയുണ്ടായി. ഇക്കഴിഞ്ഞ ദശകങ്ങളിൽ കേരളത്തിലെ ഹരിജനങ്ങൾക്കുണ്ടായിട്ടുള്ള നേട്ടങ്ങളിലധികവും അയ്യങ്കാളിയുടെ നിസ്വാർത്ഥമായ സേവനത്തിന്റെ ഫലമാണ്. ഇനി പാലിയം സത്യാഗ്രഹം അതുകൂടെ പറയാം. കേരളത്തിൽ അയിത്തത്തിനെതിരായുള്ള സമരം സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷവും തുടരേണ്ടി വന്നു. 1947 ഡിസംബർ തൊട്ട് 1948 മാർച്ച് വരെയുള്ള കാലഘട്ടങ്ങളിൽ നടന്ന പാലിയം സത്യാഗ്രഹം വർഷം 47 ഡിസംബർ ടു 48 മാർച്ച് ഈ പശ്ചാത്തലത്തിൽ പരാമർശം അർഹിക്കുന്നു. എന്തിനാ? കേരളത്തിലെ അയിത്തത്തിനെതിരെ. ചേന്നമംഗലത്ത് പാലിയത്തച്ഛന്റെ വീടിന് മുൻപിലുള്ള പൊതുനിരത്തിൽ കൂടി നടക്കാനുള്ള സ്വാതന്ത്ര്യം അവർണർക്കും ഹിന്ദുക്കൾക്കും നിഷേധിക്കപ്പെട്ടു. ഈ പ്രശ്നത്തെ ചൊല്ലി എല്ലാ രാഷ്ട്രീയ കക്ഷികളും സമുദായ സംഘടനകളും ഒത്തുചേർന്ന് നടത്തിയ സമരമാണ് പാലിയം സത്യാഗ്രഹം. ഉദ്ഘാടനം നടന്നത് ഡിസംബർ 4, 1947. ആരാ? സി കേശവനാണ് നിർവഹിച്ചത്. നാനാഭാഗത്തു നിന്നും ദിവസേന വന്നു ചേർന്നിരുന്ന സന്നദ്ധ ഭടന്മാർ നിരോധനാജ്ഞ ലംഘിച്ച് അറസ്റ്റ് വരികയും സത്യാഗ്രഹികളെ നേരിടാൻ സർക്കാർ ലാത്തിപ്രയോഗം നടത്തുകയൊക്കെ ചെയ്തു. കൊച്ചി, കൊടുങ്ങല്ലൂർ രാജകുടുംബാംഗങ്ങളും നമ്പൂതിരി കുടുംബാംഗങ്ങളും ഈ സത്യാഗ്രഹത്തിൽ പങ്കുകൊണ്ടു. 100-ാം ദിവസം ജാഥ നയിച്ച AG വേലായുധൻ അദ്ദേഹം മരിച്ചു. തുടർന്ന് സത്യാഗ്രഹം നിർത്തിവെച്ചു. 48 ഏപ്രിലിൽ കൊച്ചി ക്ഷേത്ര പ്രവേശനം അനുവദിച്ചതിനെ തുടർന്ന് പാലിയം റോഡിലൂടെ സഞ്ചരിക്കാൻ ഹിന്ദുക്കൾക്കും അവർണർക്കും സ്വാതന്ത്ര്യം ലഭിച്ചു. അടുത്തത് PSCയുടെ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഹിന്ദു സമുദായത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ മുസ്ലിം സമുദായത്തിലേക്ക് വരുന്ന സാമൂഹ്യ പരിഷ്കർത്താവാണ് അദ്ദേഹം. വക്കം അബ്ദുൽ ഖാദർ മൗലവി അറബി, പേർഷ്യൻ, ഉറുദു, മലയാളം എന്നീ ഭാഷകളിൽ പണ്ഡിതനായിരുന്നു. അല്ലെ, ഇസ്ലാമിന് നിരക്കാത്ത ആചാരങ്ങൾ ഉപേക്ഷിക്കാനും സാർവത്രികമായി ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടാനും ആധുനിക പുരോഗമന പ്രസ്ഥാനങ്ങളിൽ സജീവമായി പങ്കെടുക്കാനും മുസ്ലിങ്ങൾക്ക് ഇദ്ദേഹം പ്രേരണ ചെലുത്തി. പത്രപ്രവർത്തനത്തിന്റെ ചരിത്രത്തിൽ മൗലവി സാഹിബിന് ബഹുമാന്യമായ ഒരു ഘടകമുണ്ട്. മുസ്ലിം, ദീപിക എന്നിങ്ങനെ 2 ആനുകാലിക പത്രങ്ങൾ അദ്ദേഹം സ്വന്തം പത്രാധിപത്യത്തിൽ പ്രസിദ്ധപ്പെടുത്തി. മുസ്ലിം, ദീപിക ആനുകാലിക പത്രം. ദീപികയുടെ എല്ലാ ലക്കങ്ങളിലും വിശുദ്ധ ഖുറാനിൽ നിന്നുള്ള വിവർത്തനങ്ങൾ ചേർത്തിരുന്നു. K. രാമകൃഷ്ണപിള്ള പത്രാധിപരായിരുന്ന സ്വദേശാഭിമാനി തിരുവിതാംകൂർ രാഷ്ട്രീയത്തിൽ വഹിച്ച പങ്ക് സുപ്രസിദ്ധമാണ്. അബ്ദുൽ ഖാദർ മൗലവിയുടെ വകയായിരുന്നു ഏത്? സ്വദേശാഭിമാനി. ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അൽ ഇസ്ലാം എന്ന ഒരു അറബി മലയാളം മാസികയുടെ പ്രസിദ്ധീകരണം കൊണ്ടും അദ്ദേഹം അറബി മലയാളം പ്രചരിപ്പിക്കുകയും ചെയ്തു. അൽ ഇസ്ലാം, സ്വദേശാഭിമാനി, അതുപോലെ തന്നെ മുസ്ലിം, ദീപിക ഓർത്തോണം. ഈഴവരും നായന്മാരും ആരംഭിച്ച ജനസമുദായ സംഘടനകളുടെ ചുവട് പിടിച്ച് മൗലവി തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭയും ചിറയൻകീഴ് താലൂക്ക് മുസ്ലിം സമാജവും സ്ഥാപിച്ചു. ഇമ്പോർട്ടന്റ്. മുസ്ലിങ്ങൾക്ക് സാമൂഹികമായ ഉയർച്ച കൈവരുക, അവർക്കിടയിൽ സ്വതന്ത്ര ചിന്താഗതി വളർത്തുക എന്നിവയായിരുന്നു ഇതിന്റെ എല്ലാം ലക്ഷ്യം. അപ്പൊ ഒരുപാട് പറയണമെന്നുണ്ട്. ഇതെല്ലാം പ്രീവിയസ് ചോദ്യങ്ങളാണ്, PSCക്ക് ഇഷ്ടമുള്ള മേഖലകളാണ്. അപ്പൊ ഇത്രയൊക്കെ നോക്കുക, മുന്നോട്ട് വായിക്കുക കേട്ടോ. ഈ ടെക്സ്റ്റ് ഉള്ളവർ ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് പോവാ, ഉറപ്പാണ് മാർക്ക് കിട്ടും. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.